നമുക്ക് ഈ പെട്ടി കൊണ്ടൊരു അടിപൊളി സാധനം ഉണ്ടാക്കണം കേട്ടോ. നമുക്ക് വേണ്ടിയിട്ടല്ല, അംഗനവാടിയിൽ നിന്ന് ടീച്ചർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടാക്കി തരുമോ എന്ന്. അപ്പം നമ്മൾ ആരോടും ഇല്ലയെന്ന് പറയാറില്ലല്ലോ. അപ്പോൾ ഇതേ ആ ഒരു പെട്ടിയുടെ മുകൾ ഭാഗം ഞാനൊന്ന് വൈറ്റ് ചാർട്ട് വെച്ച് കവർ ചെയ്തു കേട്ടോ. പിന്നെ അടിഭാഗം ഇങ്ങനെ വൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഡിസിൻസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോളംസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് എടുത്തിട്ട് നമ്മളെ പെട്ടിയുടെ സൈസിലാക്കി നീളത്തിൽ കട്ട് ചെയ്തു. പിന്നെ നമുക്കതുപോലെ എത്ര സൈസിലാണോ കോളം വേണ്ടത് നോക്കിയിട്ട് ചെറിയ ചെറിയ പീസസും കുറച്ച് കട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ഈ പീസസൊക്കെ ഒരു ഷാർട്ട് പേപ്പർ വെച്ച് കവർ ചെയ്തെടുത്തു. അതിൻ്റെ 4 പുറവും ഫുള്ളായിട്ട് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടില്ല, കാരണം ആ ബോക്സിൻ്റെ ഭാഗത്ത് പോവുമല്ലോ. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് ഓൾറെഡി വെച്ച് നോക്കി കേട്ടോ. വെച്ച് നോക്കി ഓക്കെ ആണെന്ന് തോന്നിയപ്പോൾ ഞാനത് നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ഒരു സൈഡ് മാത്രം കോളം സെപ്പറേഷൻ കൊടുത്തിട്ടില്ല, കാരണം നമുക്ക് ഓയിൽമെൻറ്റ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൻ്റെ ഇന്നർ പോർഷൻ. ഇങ്ങനെ ചെറിയ ചെറിയ കോളംസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമുക്കിത് ഗ്ലൂ ഗൺ വെച്ച് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഫസ്റ്റ് എയ്ഡ് കിറ്റിനൊക്കെ എഴുതണമല്ലോ. അപ്പോൾ നമുക്ക് ഈ മുകൾ ഭാഗത്ത് ഇതുപോലെ അടിപൊളിയായിട്ട് ഫസ്റ്റ് എയ്ഡ് കിറ്റിനൊക്കെ എഴുതി ഒരു പ്ലസ് ചിഹ്നമൊക്കെ കൊടുത്ത് ഒരു പിടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന്